ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിൽ തൃശൂർ ജില്ലാ കളക്ടർ ഓൺലൈനായി ഹാജരാകണമെന്ന് ഹൈക്കോടതി. സർവീസ് റോഡിൽ ഗതാഗത പ്രശ്നമുണ്ടെന്ന് പോലീസ് റിപ്പോർട്ട്. ടോൾ മരവിപ്പിച്ച ഇടക്കാല ഉത്തരവ് നാളെ വരെ നീട്ടി. സാലി ചേരുകയാണ്. സാലി, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷമ്മി, അതായത് നമുക്കറിയുന്നത് പോലെ ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടായപ്പോഴാണ് ഹൈക്കോടതി ഇടപെട്ട് പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് തടഞ്ഞുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. അത് ഇന്ന് വരെയായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായി ഇന്ന് കേസ് വീണ്ടും കോടതിയിൽ വന്നു. അപ്പോൾ സർക്കാർ, അതായത് സംസ്ഥാന സർക്കാർ, പോലീസ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അവിടുത്തെ ഗതാഗത പ്രശ്നങ്ങൾ തുടരുകയാണ് എന്ന് തന്നെയാണ് പോലീസ് കോടതിയെ അറിയിച്ചത്. അപ്പോഴാണ് കോടതി പറഞ്ഞത്, ഏതായാലും അങ്ങനെയാണെങ്കിൽ ടോൾ പിരിവ് നിരോധിച്ചുകൊണ്ടുള്ള, തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവിൻ്റെ കാലാവധി തുടരട്ടെ, അതായത് ഇനി പിരിക്കേണ്ടതില്ല തൽക്കാലത്തേക്ക് എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. പക്ഷേ ദേശീയപാത അതോറിറ്റി ആവശ്യപ്പെട്ടത് ആ ഇടക്കാല ഉത്തരവ് പുനഃപരിശോധിക്കണം എന്നുള്ളതാണ്. അതായത് ടോൾ പിരിവിന് അനുമതി നൽകണം എന്നുള്ളതാണ്. അതിന് കോടതി വഴങ്ങിയില്ല. കോടതി പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സ്റ്റാറ്റസ് കോ എന്താണ് എന്നത് നാളെ ജില്ലാ കളക്ടർ ഓൺലൈനായി ഹാജരായി അവിടെ ഗതാഗതക്കുരുക്കുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും തൃശ്ശൂർ ജില്ലാ കളക്ടർ ഓൺലൈനായി ഹാജരായി കോടതിയെ അറിയിക്കൂ. അതിനുശേഷം ടോൾ പിരിവിൻ്റെ കാര്യവും ബാക്കി കാര്യവും തീരുമാനിക്കാം എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, കോടതി കേന്ദ്ര സർക്കാരിനെതിരെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ദേശീയപാതയുടെ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കാര്യക്ഷമമായി ഇടപെടാത്തത് എന്നും കോടതി ആരാഞ്ഞു. ഏതായാലും ഒരു വിമർശനത്തിൻ്റെ സ്വഭാവമുണ്ട് അതിന്. ഏതായാലും നാളെ ഈ കേസ് വീണ്ടും പരിഗണിക്കുകയും അവിടുത്തെ ഈ ദേശീയപാതയിലെ പ്രശ്നങ്ങളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് കോടതിയെ ജില്ലാ കളക്ടർ അറിയിക്കുകയും ചെയ്തതിന് ശേഷം എന്താണ് നിലപാട് എന്ന് കോടതി വ്യക്തമാക്കും. രണ്ട് സാധ്യതയാണുള്ളത്. ഒന്നുകിൽ ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം മാനിച്ചുകൊണ്ട് ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുമതി നൽകാം, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാറ്റസ് ഇപ്പോഴും ഗതാഗതക്കുരുക്ക് തുടരുന്നു എന്ന് കണ്ടെത്തിക്കൊണ്ട് ടോൾ പിരിവ് തൽക്കാലത്തേക്ക് വേണ്ട എന്ന് കോടതിക്ക് വീണ്ടും പറയാം. ഈ രണ്ട് സാധ്യതകളാണ് നാളെ നിലനിൽക്കുന്നത്. സാലിയാണ് വിവരങ്ങൾ നൽകിയത്.